ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ കുഞ്ഞു ഫാമിലി അങ്ങനെ 168 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നല്ല മടിയാണ് കേട്ടോ. എന്നാലും കുറച്ച് കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നെ അതിലൊരു കമൻറ്റ് വന്നായിരുന്നു, ഞാൻ ചെയ്യണ പോലെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടില്ലാത്ത കാരണം എന്തായാലും അങ്ങനെ. അപ്പോൾ വേഗം ശരിയാവട്ടെ. ആ ആൾക്കൊരു വീടൊക്കെ സെറ്റായിട്ട് ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അടുക്കളത്തോട്ടം കൃഷികളൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടും നല്ല കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞാനേ നേരത്തെ കാണിച്ചു തന്നത് ഇങ്ങനെ കൊലയായിട്ട് വിരിയണ റോസപ്പൂവില്ലേ, അത് ടെറസിൽ ഒരു ചട്ടിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ അതിന് വല്ല കാലത്തും കുറച്ച് പൂവും അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ അതിന് നല്ലൊരു അടിവളമൊക്കെ കൊടുത്ത് താഴെ വെച്ചപ്പോൾ നല്ല പോലെ പൂക്കളൊക്കെ ഉണ്ടായത്. ആ ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് കേട്ടോ. ഇതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ഹോം മെയ്ഡായിട്ടാണ് നെയ്യ് ഉണ്ടാക്കിയെടുക്കാറ്. അതായത് പാൽപ്പാട എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ആർക്കെങ്കിലൊക്കെ ഉപകാരമാവുമല്ലോ. നല്ല പൈസക്കില്ലേ നെയ്യ്ക്ക്, നമ്മൾ വെറുതെ എന്തിനു ധരിച്ച് കളയണേ. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മുടെ നെയ്യ് സെറ്റായി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ അതേ നല്ല മഞ്ഞ കളറ്, ഇനി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറുത്ത് പോവും. അപ്പോൾ ഈ ഒരു ഭാഗമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇടാണ് ചെയ്യാറ്. ഹെൽത്തി ആയിട്ടുള്ള നെയ്യ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയുടെ ആ ഭംഗി നോക്കണ്ട കേട്ടോ. ഈ ഒരു ചട്ടിയോടെ എന്തോ ഒരു പ്രേമുണ്ട്. അതാണ് ഞാനിങ്ങനെ കുറേ പഴയ പാത്രങ്ങൾ കൊടുത്ത് പുതിയതൊക്കെ ആക്കി. അപ്പോഴും ഇതിനെ ഒരെണ്ണത്തിന് അവിടെ ബാക്കി വെച്ചിട്ടാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇതിലാണ് അധികവും കുക്ക് ചെയ്തത്. അത് കാരണം അത് കളയാൻ തോന്നിയില്ല. പിന്നെ രാവിലെ തന്നെ ചേട്ടൻ്റെ പണികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ചേട്ടൻ കഴിച്ചില്ലെങ്കിലും ആദ്യം ഫുഡ് കൊടുക്കുക കോഴികൾക്കാണ് കേട്ടോ. ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ പറമ്പിൽ കുറച്ച് എന്തെങ്കിലും അല്ലറ ചില്ലറ പണികൾ എപ്പോഴും ഉണ്ടാവും ചേട്ടന്. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ ഫ്രഷ് ആയിട്ടാണ് കടയിൽ പോവാറ്. ഞാനപ്പോൾ ഇവർക്ക് ചേട്ടൻ തീറ്റ കൊടുക്കാൻ വന്നപ്പോൾ ഞാനും വന്നു. എനിക്ക് കോഴിക്കാഷ്ടം കുറച്ച് ആവശ്യമുണ്ടായിരുന്നു എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് കേട്ടോ. അപ്പോൾ അത് വാരി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പുതിയ മുളകുകളൊക്കെ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അവർക്കൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ ഇവരുടെ ഇതിലിങ്ങനെ തൂപ്പ് വരണതേ നമ്മൾ മുരിങ്ങയുടെ ഇലയും ഇവർക്ക് തിന്നാൻ പറ്റണ നമ്മുടെ പറമ്പിലുള്ള ഇവർക്ക് തിന്നാൻ പറ്റണ ഇലകളൊക്കെ നമ്മളിങ്ങനെ കൊണ്ടു കൊടുക്കാറുണ്ട്. കാരണം ഇവർ കൂട്ടിൽ നിൽക്കല്ലോ, ഇവർക്ക് പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കൊണ്ടു കൊടുത്താൽ തന്നെ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കണേ കേട്ടോ. അപ്പോൾ കുറച്ച് പയറിൻ്റെ വിത്ത് പയറുചെടിയുമ്പോൾ തന്നെ നിന്ന് വിത്തായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഗ്രോ ബാഗല്ല, ഒരു പഴയ ചാക്കിൽ മണ്ണൊക്കെ ഇട്ട് കുമ്മായൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു 10-18 ദിവസത്തോളം ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ചേട്ടാ അവർക്ക് വെള്ളം വെച്ച് കൊടുക്കാൻ മറന്നിട്ടുണ്ടായി. അപ്പോൾ ഞാനത് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ താഴേക്ക് വന്നു. എൻ്റെ അടുക്കളയിലെ പണികൾ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമിക്കുട്ടീനെ ഫ്രഷാക്കിയത്. ആമിക്കുട്ടിക്ക് ABCD പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് അറിവൊക്കെ കിട്ടുമല്ലോ. പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞ് വീണ്ടും കിച്ചണിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇത് രാവിലെ തന്നെ ചേട്ടൻ കുറച്ച് കാന്താരി മുളക് പൊട്ടിച്ച് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് മീൻ വറുക്കാനുണ്ട്. അപ്പോൾ അതിൽ ചേട്ടന് ഇതൊക്കെ നിർബന്ധം കേട്ടോ. മീൻ വറുക്കണേലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം ആമിക്കുട്ടിക്കുള്ളത് കുറച്ച് ഞാൻ എരിവില്ലാത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യാൻ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെളുത്തത് കിടക്കണത് വെളുത്തുള്ളിയാണ് കേട്ടോ. അതും ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് വറുത്ത് കഴിഞ്ഞാണ്ടല്ലോ ചേട്ടൻ എന്തൊരു ഇഷ്ടമാണെന്നറിയോ. അപ്പോൾ ഈ കാന്താരി മുളക് വെറുതെ ഒന്ന് കഴുകി നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്നല്ലേ, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. കഴുകി ആ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മീനാട്ടാ. അതിലിപ്പോൾ കാന്താരി ഇട്ടുണ്ട്. പിന്നെ അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പില ഉറച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫ്ലേവർ ഗംഭീര ഫ്ലേവറായിരിക്കും കേട്ടോ. കുരുമുളക് പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഉപ്പ്, അതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നമ്മുടെ കൊഴുവ ഫ്രൈ ഒന്ന് സെറ്റായി കിട്ടിയപ്പോഴേ കുറച്ച് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇവിടെ പിള്ളേർ സെറ്റിന് ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെ സവാളയൊക്കെ കടിക്കാൻ കിട്ടണത്. അത് നല്ല പോലെ കുക്കായി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് അതിൻ്റെ ആ ഒരു കറുമുറും അതൊന്നും പോകാനും പാടില്ല. ആ ഒരു ഇതിൽ കിട്ടണം. ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലെ
പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. മീൻ പിന്നെ ക്ലീൻ ചെയ്ത് ഫ്രഷ് ആവാൻ പോയിട്ട്, അല്ലെങ്കിൽ പിന്നെ മീൻ്റെ സ്മെല്ലടിക്കുമല്ലോ. അത് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ കുക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ സ്റ്റൗമ്മ കയറ്റിയപ്പിന്നെ എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ. അപ്പോൾ ഏകദേശം പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ YT അനലറ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ ഷെയർ ചെയ്ത് കാണും നമ്മുടെ ചാനൽ. ഒരുപാട് സന്തോഷമായിട്ടാണ്. കമൻറ്റും കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി. അപ്പോൾ കമൻറ്റ് ഇടാൻ കുറച്ച് പേര് കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ എനിക്ക് പേര് ഓർമ്മയിലുള്ളത് തസ്ലീമ, അങ്ങനെ എന്തോ പേര്, അതന്നെയല്ലേ പേര്. പിന്നെ അനില, അങ്ങനെ കുറച്ച് പേര് സ്ഥിരമായിട്ട്, മേഴ്സി, അങ്ങനെ കുറച്ച് പേര് സ്ഥിരമായിട്ട് നമുക്ക് കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ട്രൈപോഡിൽ വെച്ചിട്ടേ ക്യാമറ, നമ്മുടെ ഫോണൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ഇങ്ങനൊരു ഡാൻസ് കളി ഉണ്ട് കേട്ടോ ഫോണിന്. കണ്ട ഒരു വര പോലെ വരുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ചെയ്ത് നന്നാക്കേണ്ടി വരും, റിപ്പയറിങ്ങിന് കൊടുക്കേണ്ടി വരുമാവോ. കാരണം മക്കൾസും ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ അവർ വീഡിയോ എടുത്ത് തരും. അവരില്ലാത്ത ടൈമിൽ എനിക്ക് 2 ട്രൈപോഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ രണ്ടും ഏകദേശം ഇതുപോലെ അപ്പാപ്പന്മാരോ പല്ല് പോലെ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ആടുന്നുണ്ട് നന്നായിട്ട്. നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഒരെണ്ണം. അതത്ര നല്ലതല്ലായിരുന്നു. അതൊരു 1000 രൂപയുടെ അടിയിൽ വന്നിട്ടുള്ളൂ. അതിൻ്റേതായൊരു ഇത് ഉണ്ട് അതിന്. പിന്നെ ഒരെണ്ണം നമ്മൾ കയ്യിലൊക്കെ പിടിച്ചിട്ട് എടുക്കണ പോലത്തെ ഒരു ട്രൈപോഡില്ലേ, അങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ അത് കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കൊഴുവ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ, ഇതൊക്കെ അകത്താക്കണം, ലഞ്ച് കഴിക്കണം. അപ്പോൾ നിങ്ങളിങ്ങനെ ചാമ്പയ്ക്ക് ഉപ്പിലിട്ട് വെക്കാറുണ്ട്? ആ റോസ് കളറിലുള്ളത് ചാമ്പയ്ക്ക് ഉപ്പിലിട്ടതാണ് കേട്ടോ, നമ്മുടെ നാടൻ മുളകൊക്കെ ഇട്ടിട്ട്. പിന്നെ അച്ചാറുണ്ട്, സാമ്പാറുണ്ട്, കൊഴുവ വറുത്തത്, കൊഴുവയും സവാളയും കാന്താരിയൊക്കെ ഇട്ടിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള കൊഴുവ ഫ്രൈ ഉണ്ട്. ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് നിങ്ങൾ? നല്ല എരിവിൽ നല്ല ചൊടിയിലൊക്കെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമായിരിക്കട്ടെ. ഇവിടെ അത്യാവശ്യം എരിവ് ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഒരു കൊഴുവയും ഒരു കാന്താരിയും ഒരു സവാളയൊക്കെ വെച്ച് കഴിച്ചു കേട്ടോ. അതൊന്ന് കടിച്ച് നോക്കണം. അങ്ങനെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. കാന്താരി മുളകിൻ്റെ എരിവൊക്കെ എനിക്ക് 3-4 കഴിക്കും കേട്ടോ, ഇങ്ങനെ ഫ്രൈയിലിട്ടതൊക്കെ. പിന്നെ അതിന് വിട്ട് എന്നെ കൊണ്ട് താങ്ങില്ല, നല്ല എരിവ് വരുമല്ലോ. എൻ്റെ കൂട്ടുകാരൊക്കെ ഫുഡ് കഴിച്ചാൽ എന്തൊക്കെയാണ് കറികൾ ഒന്ന് കമൻറ്റ് ചെയ്യുന്നേ. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കാണ്ട് ഒന്ന് സഹായിച്ചോളൂ, സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളിങ്ങനെ സബ്ബൊക്കെ തരുമ്പോഴും ലൈക്സ് തരുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ എല്ലാവിധ നന്ദികളും അറിയിക്കുകയാണ് ഞാൻ അങ്ങനെ ചെയ്യണവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചാമ്പയ്ക്ക് ഉപ്പിലിട്ടത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിട്ടാണ്. എൻ്റെ അടുക്കള തോട്ടത്തിലെ മുളക് കാണാറില്ലേ, ആ മുളക് ഇട്ടിട്ട് ഉപ്പിലിട്ട് വെച്ചാർന്ന കേട്ടോ. എന്തൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ഇതൊക്കെ സീസണൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഇപ്പോൾ ലഞ്ചിന് ഒരു ഭംഗിയിലിരുന്നോട്ടെ ലഞ്ചെന്ന് വെച്ചിട്ട് എടുത്തിട്ടതാണ്. പിന്നെ എനിക്ക് തോന്നി ഒരു പപ്പടത്തിൻ്റെ കുറവുണ്ടെന്ന് കേട്ടോ. അത് കാരണം ഒരു പപ്പടം കൂടി എടുത്ത് ഫുള്ളായിട്ട് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം വിശ്രമിച്ചു. അതായത് കുറച്ച് നേരം എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ടി വിയിലിരുന്ന് കണ്ടു. പിന്നെ വീണ്ടും അച്ചൂസിനും ചേട്ടനും വരാറായിട്ടുണ്ട്. അപ്പോൾ അമ്മൂസ് ചായ കുടിക്കില്ല. അവർക്കൊക്കെ ചായയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഞാനും ചായ ഇത്തിരി കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടനും ഞാനും കൂടി പറമ്പിലേക്ക് വീണ്ടും വന്നിരിക്കുക. നമ്മൾ കുറച്ച് മുളക് തൈകളൊക്കെ വെച്ചിട്ടുണ്ട്, അവർക്ക് വളടണം. ഇതാണ് കോഴിക്കാഷ്ടം. ഇത് കണ്ടിട്ട് വല്ല വെറുപ്പും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇത്രയും ഡ്രൈ ആയിട്ടാണ് ഇട്ടായിരിക്കുക. അത് കാരണം ഒരു സ്മെല്ലാ, ഒരു വെറുപ്പിൻ്റെ അറപ്പിൻ്റെ ഒന്നൊരു കാര്യമില്ല. കോഴി വളർത്തലുണ്ടെങ്കിൽ കോഴിവളമൊക്കെ നമ്മുടെ അടുക്കള തോട്ടത്തേക്ക് സൂപ്പറാണ്. നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും. നമ്മളിവിടെ വിജയിച്ച കാര്യം മാത്രമാണ് നിങ്ങളോട് പറയണത്, അല്ലാതെ വെറുതെ ഇങ്ങനെ പറയണതല്ല. എൻ്റെ കൃഷികൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ അടുക്കള തോട്ടത്തിലേക്ക് ഒരുപാട് വീഡിയോസിലായി കോഴിക്കാഷ്ടോടാണിത് കാണിക്കുന്നു. മഴയില്ലാത്ത സമയത്ത് നനച്ചു കൊടുത്താൽ മതി. മഴക്കാലമാണെങ്കിൽ ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണിട്ട് ഇടയ്ക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ ശുശ്രൂഷിച്ച് പോന്നാൽ മതി കേട്ടോ.
അപ്പോൾ അടുക്കള തോട്ടം അങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ച തെങ്ങിൻ തൈകളാണ്. മണ്ണുത്തി പോയിട്ട് ഇങ്ങനെ ചെറുതിലേ തന്നെ ചോട്ടിന്ന് തന്നെ കായ്ക്കണ തെങ്ങുകളില്ലേ, അങ്ങനത്തെയാണ് പറഞ്ഞു തന്നാണ്. പിന്നെ നേരത്തെ കണ്ടത് റോബസ്റ്റ വാഴ, അതിൽ 3 തൈയാണ് നമ്മൾ മണ്ണുത്തിന്ന് വാങ്ങിച്ചത്. ഇത് മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയത്, ബാക്കിയൊക്കെ കൂമ്പടഞ്ഞ് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മുളകിൻ്റെ തടം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ. അതിൽ നമ്മൾ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. അതിൽ നമ്മൾ മുളകും തൈയൊക്കെ വെച്ച് കൊടുത്ത് തുടങ്ങി. കറിക്കൊക്കെ മുളക് അരിഞ്ഞെടുക്കുമ്പോഴേ ആ സീഡ് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ കൈത്തരിക്കും അത് മണ്ണിൽ കൊണ്ട് നട്ടുവയ്ക്കാൻ. അങ്ങനെ ഞാനിങ്ങനെ തോന്നുമ്പോൾ അങ്ങനെ ഏതെങ്കിലും പോട്ടൊക്കെ ഒഴിവായിട്ട് ഇരിക്കണമെങ്കിൽ വെറുതെ കൊണ്ടിടും കേട്ടോ അതിൽ. അപ്പോൾ ഇത് അതൊക്കെ മുളച്ച് ഇത്രയായി. ഇത് ഏതൊക്കെ മുളകിൻ്റെ തൈകളാണെന്നൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല. അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് ഏത് മുളകാന്നൊക്കെ. അപ്പോൾ ഞാൻ ദൈവം ഇത് ഏത് മുളകാന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. കിട്ടണ മുളകിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട മുളകൊക്കെ കയ്യിൽ കിട്ടുമ്പോഴേ, ഇപ്പോൾ ഇവിടെ പലതരം മുളകുകളുള്ള കാരണം ഇപ്പോൾ ഏതിൻ്റെ ഇലയുടെ ഇത് നോക്കിയിട്ട് മനസ്സിലാവുണ്ടാകും. പക്ഷെ എനിക്ക് കുറച്ചും കൂടി കഴിയണം മനസ്സിലാവണമെങ്കിൽ. ഇതിപ്പോൾ ഈ ഇലകൾക്ക് ഇത്തിരി സൈസ് കുറവുണ്ട്. അപ്പോൾ ഏത് കാന്താരിയാണോ അത് വെള്ളമുളകാണോ, പിന്നെ കാശ്മീരി ചില്ലി നട്ടിട്ടുണ്ടായിരുന്നു. അത് വേറൊരു കവറിൽ സെപ്പറേറ്റ് കവറിലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. ഇതിപ്പോൾ ഏതാണെന്ന് ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലൊക്കെയാണ് ഞാൻ ഇനി പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യോ പ്ലീസ്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ചട്ടിയിൽ വിത്തിട്ടായിരുന്നേ ഇങ്ങനെ പറിച്ചെടുക്കാണ്ട് നിവർത്തിയില്ല കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഈ കാണുന്ന കുറച്ച് മണ്ണുള്ളൂ, അടിയിൽ മുഴുവൻ കരിയിലയാണ്. നല്ല കറുത്ത് നല്ല കമ്പോസ്റ്റുള്ള മണ്ണിലാണ് ഇരിക്കണേ. അത് കാരണമാണ് കേട്ടോ ഇത്രയും കൂട്ടം കൂടി നിന്നിട്ടും ഈ തൈകൾക്ക് ഇത്ര കരുത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. അപ്പോൾ ഈ ചേട്ടൻ വന്നു കഴിഞ്ഞാലേ നമുക്ക് പകുതി ആശ്വാസമാണ്. പകുതി പണികൾ ഞങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്തോളും. അപ്പോൾ ഈ ക്യാമറ വീഡിയോ എടുക്കണ കാരണമാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കുകുത്തിയായിട്ട് ഇങ്ങനെ ചേട്ടൻ ചെയ്യുന്നത് നോക്കി നിൽക്കണേ. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് എനിക്ക് പറ്റണ പണികൾ ഞാൻ ചെയ്യും, ചേട്ടന് പറ്റണത് ചേട്ടൻ ചെയ്യും, അങ്ങനെ. അപ്പോൾ അത് ഇവിടെ ഒരു തടം വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നല്ല പോലെ വളങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാശ്മീരി ചില്ലിയുടെ തൈകൾ കേട്ടോ. അത് ഞാൻ ഇങ്ങനെ പൊടിപ്പിക്കാൻ മുളക് വന്നപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പാവിയതാണ്. പിന്നെ അത് എനിക്കിങ്ങനെ ഞാൻ നടന്നു പോണ വഴികളൊക്കെ എനിക്ക് ക്ലീനായിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടിച്ചു വാരി, ഇപ്പോൾ ഇത് അടിച്ചു വാരി കൊണ്ടുവരുന്നത് തെങ്ങിൻ്റെ ചോട്ടിലേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ മണ്ണുത്തിന്ന് വാങ്ങിച്ച് വെച്ച തെങ്ങുന്ന്, അതിൻ്റെ ചോട്ടിലേക്കാണ് കേട്ടോ ഇത് അടിച്ചു വാരി കൊണ്ടുവരുന്നത്. പപ്പായ തൈകൾ നിറഞ്ഞിട്ടും മുളക് തൈകൾ നിറഞ്ഞിട്ടും, മുളക് ഞങ്ങൾ നടണത് കൂടാണ്ട് തന്നെ മുളച്ച് വരുന്ന മുളകുകളുണ്ട് കേട്ടോ കുറേ. അതും ചവിട്ടി നടക്കണോടത്തൊക്കെ ഇത് മുളയ്ക്കുകയാണ് കേട്ടോ. കുറേയൊക്കെ ഞാനിങ്ങനെ അടിച്ച് കളയും, അല്ലാതെ ഇതൊക്കെ വഴിയിൽ ഇങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ചീര അരിയാറായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ട റൈറ്റ് സൈഡിൽ നിൽക്കണത് ചീരയാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ച് വരുമ്പോഴേ കാണുന്ന പുല്ലൊക്കെ അപ്പം തന്നെ കൈയോടെ പറിച്ച് കളയും കേട്ടോ. അങ്ങനെ ചാനലൊരു അനക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുടരെ നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ തോന്നും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം ആണ് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ പൂട്ടിക്കെട്ടി പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞങ്ങളുടെ ഈ ചെറിയ ജോലികളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ, വലിയ കൃഷിയൊന്നുമല്ല, ഇതുപോലെ ചെറിയ കൃഷികൾ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പം സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.